മദ്രസ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്. അവിടെ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്ന വാർത്തകൾ, നൂറുകണക്കിന് പീഡന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ അന്ത്യം കുറിക്കാനായിട്ട് ഒറ്റയാൾ വിചാരിച്ചാൽ നടക്കാം, അത് CCTV ആണ്. അതെ, അത് വേണം എന്നൊരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെ, അത് നല്ലൊരു ആവശ്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മദ്രസകൾ പള്ളികളിൽ കൂടി വേണം, ഇവരുടെ മസ്ജിദുകളിൽ കൂടി വേണം എന്നുള്ളതാണ്. കാരണം ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും ക്യാമറ ഇല്ലാത്ത ഒരു ക്ഷേത്രവും ഇല്ല. അതെ, ശ്രീകോവിലിൽ മാത്രമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇല്ലാത്തത്, മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. അതെ, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അല്ല, അതൊരു സുരക്ഷാ കരുതൽ കൂടിയാണല്ലോ, അതിൽ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ പള്ളികളിലുണ്ടല്ലോ, ക്രിസ്ത്യൻ പള്ളികളിൽ ഒക്കെയും ഈ പറയുന്ന പോലെ CCTV ഉണ്ട്. എന്തുകൊണ്ട് മസ്ജിദുകളിൽ പറ്റുന്നില്ല, മദ്രസകളിൽ പറ്റുന്നില്ല? ഈ മദ്രസകളിൽ പ്രത്യേകിച്ച് പറയേണ്ടത് മദ്രസകളാണ്. കാരണം ഈ കുഞ്ഞു കുട്ടികളെ രാവിലെ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തും. ഈ മതപഠനത്തിനാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം മതപഠനമാണ് ഇത്. ഇവരുടെ ഈ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ ചെവിയിലേക്ക്, തലച്ചോറിലേക്ക് ഈ മതം, ഇത് മാത്രമാണ് മതം, നമ്മുടേത് മാത്രമാണ് ശരി എന്നുള്ളൊരു ബോധം വെപ്പിച്ചു കൊടുക്കുന്നതാണിത്. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം 2018 മാത്രം, അന്നത്തെ കണക്കാണ് പുറത്തു വന്നത്, അപ്പോൾ മാത്രം ഏതാണ്ട് നോക്കുമ്പോൾ 100ഓളം പരാതികൾ കിട്ടി. ഇതിൽ രജിസ്റ്റർ ചെയ്തത് 25 എണ്ണമാണ്. അപ്പോൾ 2025 എത്തി നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പരാതികൾ നമ്മൾ കാണുന്നുണ്ട്. എന്തോരം പരാതികൾ, എന്തോരം വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ പത്രങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മദ്രസ അധ്യാപകൻ പീഡിപ്പിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 187 വർഷം തടവ് ശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിധികളും ഒക്കെ നമ്മൾക്ക് വായിക്കാൻ കഴിയും. പക്ഷെ അത് നിസ്സാരമാണോ? ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൗമാരകാലം വരെ ഇവർ പോകുന്നുണ്ടല്ലോ. ഇവർക്ക് പലപ്പോഴും ഇത് മാതാപിതാക്കളോട് പറയാൻ സാധിക്കില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഈ മാതാപിതാക്കൾ ഇത് പുറത്ത് പറയില്ല. കാരണം ഇവരുടെ മതപരമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ ഒരു ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പ്രതികരിക്കുന്നത് പോലെ അവർ അതും പ്രതികരിക്കില്ല. കാരണം ഇവരെ സംബന്ധിച്ച് മതം മാത്രമാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മദ്രസ അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മൗലവിമാരോ മറ്റോ ഒക്കെ ആണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിന് ഇവർ ഇറങ്ങില്ല. മാത്രമല്ല അവർക്കുണ്ടാവുന്ന അപമാനം അതവർക്ക് സഹിക്കാനും കഴിയില്ല. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മുടെ കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായും അത് പരാതിയുമായി പോകും. അതിന് കാരണക്കാരനായവനെ അകത്തിടുന്നത് വരെ നമ്മളിതിൻ്റെ പുറകെ നടക്കുകയും ഒക്കെ ചെയ്യും. ഇവർ മാനാഭിമാനം വിചാരിച്ചിട്ട് ഇത് പറയുകയില്ല. മതത്തിൻ്റെ കാര്യം ഉപയോഗിച്ചിട്ടും പറയില്ല. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു MP ആണ്, അരുൺ ഗോവിൽ എന്ന് പറയുന്ന MP ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് രാജ്യത്തെ മസ്ജിദുകളിലും മദ്രസകളിലും ഒക്കെ CCTV ക്യാമറകൾ സജ്ജമാക്കണം. മക്ക ഉൾപ്പെടെ സൗദി അറേബ്യയിലെ മദ്രസകളിൽ CCTV ക്യാമറകളുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ പാടില്ല? ഒരു കേരളത്തിലെ മാത്രം കാര്യമാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ രാജ്യമൊട്ടാകെയുള്ള മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളും ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഈ പീഡനങ്ങളുടെ കൗണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം കൂടുതലായിരിക്കും, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ വലിയ വാർത്തകൾ നമുക്ക് 1000-ലേറെ എന്നൊക്കെ പറയേണ്ടി വരും. അത്രയേറെ പീഡന വാർത്തകൾ നമ്മൾ ദിനം പ്രതി ഈ പറയുന്ന ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ വാർത്തകൾ വരുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഒരു കോഡ് ഉണ്ടായിരിക്കണം, ഒരു നിയമം ഉണ്ടായിരിക്കണം. ആ നിയമം കൃത്യമായിട്ട് അനുശാസിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനം, ഗ്രീവൻസസ് സെല്ലുകൾ ഈ വിദ്യാഭ്യാസ കേന്ദ്രമാണെങ്കിൽ, മതവിദ്യാഭ്യാസ കേന്ദ്രമാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. മതപാഠശാലകളിൽ ഗ്രീവൻസസ് സെല്ല് ഉണ്ടായിരിക്കണം. അതിന് നിരീക്ഷകരുണ്ടായിരിക്കണം. അതിന് സർക്കാർ അതോറിറ്റികൾ സംരക്ഷണം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂൾ തുടങ്ങിയാണെങ്കിൽ ആരാണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ ആരാണ് വരുന്നത്? ഇപ്പോൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ വരും. അതുപോലെ ഈ മതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ബോഡികൾ, ഇതെൻ്റെ ഒരു അഭിപ്രായം, ലോക്കൽ ബോഡികൾ അവിടുത്തെ കൃത്യമായി നിരീക്ഷണം നടത്താനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അത് ഏത് തരത്തിലുള്ള കുട്ടികൾ, അവിടുത്തെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മാനസികാരോഗ്യം, അവർക്ക് മറ്റെന്തെങ്കിലും ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടോ, ഇത് ഈ പറയുന്ന മദ്രസയിൽ മാത്രമല്ല എല്ലായിടത്തും സാധാരണഗതിയിൽ എല്ലായിടത്തും ഉണ്ട്. അതില്ലാത്തടത്ത് ഇത് സ്ഥാപിക്കുക തന്നെ വേണം. ഏത് മതത്തിൻ്റെ കേന്ദ്രമായാലും ശരി തന്നെ അവിടെ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ, ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, പിന്നെ അതുപോലെ തന്നെ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകർ, ഇതുപോലുള്ള എല്ലാ വിഭാഗങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് നിരീക്ഷണ സംവിധാനങ്ങൾ അതത് കേന്ദ്രങ്ങളിൽ അതത് സ്ഥാപനങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയന് ഓർമ്മയുണ്ടാകുമല്ലോ, സ്കൂൾ ടൈമിങ് ഒന്ന്
കൂട്ടുന്ന കാര്യം. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലേക്ക് ഒരു അരമണിക്കൂർ മുന്നേക്ക് വെച്ചു. അപ്പൊ ഇവരെന്താണ് പറഞ്ഞത്? ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന സമയം ആ ക്രമം വെച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അത് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം മതപഠനം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനമായിട്ടാണ് ഇവർ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഒരു ആവശ്യം നടപ്പിലാക്കുകയാണെങ്കിൽ പോലും എത്രത്തോളം മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലും എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് അറിയേണ്ട ഒരു സമിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവരിൽ ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് പുറത്ത് പറയില്ല. അത് കണ്ണടച്ച് വെക്കുന്നതാണോ? രണ്ടാമത്തെ കാര്യം, മതവിദ്യാഭ്യാസമാണോ പ്രധാനം, പൊതുവിദ്യാഭ്യാസമാണോ പ്രധാനം എന്നുള്ളത് ഇപ്പോഴും ഇവരുടെ തലച്ചോറിലേക്ക് കയറി പോയിട്ടില്ല. ഈ കുട്ടികൾ ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേർവിട്ടു പോകുമോ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മതം പഠിപ്പിക്കാനാണ് ഇനി വരുന്നത് എന്ന് വയ്ക്കുക. മതം പഠിപ്പിക്കാൻ വരുന്നവർ മതം പഠിപ്പിച്ചിട്ട് പോകണം. അല്ലാതെ അവരുടെ മറ്റുള്ള ചോദനകൾ തീർക്കാനുള്ള ഇടമായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാണരുത്. അത് ആർക്ക് ബോധം വേണം? അത് ഈ പഠിപ്പിക്കാൻ വരുന്ന ഗുരുവിന് ബോധം വേണം. എന്ത് പഠിപ്പിച്ചാലും അത് ഗുരുവാണല്ലോ. ഗുരുവിന് ബോധം വേണം. മാതാപിതാക്കൾക്കും ഇത് ബോധം വേണം. മാത്രമല്ല, ഇവരുടെ സമുദായ സംഘടനകളുണ്ട്. വിവിധ സമുദായങ്ങൾ, ഇതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. ഈ സംഘടനകൾക്കെല്ലാം സ്വാഭാവികമായിട്ടൊരു ചിന്ത വേണം. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അനീതികൾ ഞങ്ങളുടെ മതത്തിൽ നിന്ന്, വിവിധ സമുദായങ്ങളാണെങ്കിൽ കൂടി ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തു വരരുത്. അത് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പോക്കിന് ശരിയാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു ബോധം ഈ മതത്തിനും വേണം. പക്ഷേ ഈ മതം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ പറയുന്നത് പോലെ പലയിടങ്ങളിൽ പൊട്ടിത്തെറിക്കാനായിട്ട് ഇപ്പോൾ സ്ത്രീ ചാവേറുകൾ വന്ന് വരെ ആയി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഒരു ആവശ്യം പറയുമ്പോൾ ഇത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി. അത് കേന്ദ്രം ഇടപെട്ടാൽ മാത്രമാണ്. ലോക്കൽ ബോഡികളിലേക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ധാരണ പ്രകാരം, കാരണം ലോക്കൽ ബോഡി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെവി കൊടുക്കുമോ എന്നുള്ളത് സംശയമാണ്. അവരെ സംബന്ധിച്ച് ഇതല്ല. അവരെ സംബന്ധിച്ച് വോട്ട് വാങ്ങി പോക്കറ്റിലിടുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ മതവിഭാഗം ഇവിടെ കിടന്ന് തുണി അഴിച്ചിട്ട് നടന്നാലും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ ഒരു കാര്യം, അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യം വെക്കുകയല്ല, മറിച്ച് എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്ന് കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ സംസാരിച്ചതിൽ നിന്ന് നമ്മൾ പറയുന്നതും കുഞ്ഞുകുട്ടികളാണ്, കൗമാരപ്രായം വരെയുള്ളവരാണ്. പെൺകുട്ടികൾ മാത്രമല്ല അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്, പ്രകൃതി വിരുദ്ധ പീഡനം വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഇത് ഉണ്ടായി തങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റില്ല. വീണ്ടും ഇതേ അധ്യാപകന്റെ മുൻപിലേക്ക് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇവർ പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തൊരു തരത്തിലുള്ള ട്രോമയിലേക്കായിരിക്കും ഇവർ ചെന്നെത്തിപ്പെടുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇത് കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനമായിട്ട് വേണം കണക്കാക്കാൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുതാര്യത എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ഏത് സ്ഥാപനത്തിലായാലും തന്നെ, ഏത് സ്ഥാപനം എവിടെ തുടങ്ങിയാലും ശരി തന്നെ ഈ സുതാര്യത അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ CCTV വയ്ക്കണം. നമ്മളൊരു ഡേ കെയർ തുടങ്ങിയത് എന്താ അവസ്ഥ? ഡേ കെയർ തുടങ്ങി അവിടെ നിശ്ചിത സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഇത്ര കുട്ടികൾക്ക് ഇത്ര ഇല്ലെങ്കിൽ അതിനെ കെയർ ടേക്കറായിട്ടുള്ള ആളുണ്ടായിരിക്കണം, CCTV ഉണ്ടായിരിക്കണം, സേഫ്റ്റി സിസ്റ്റംസ് എല്ലാം ഉണ്ടായിരിക്കണം, ഈ പറയുന്ന അപകടം ഉണ്ടാകുന്ന സംവിധാനങ്ങൾ അതിനകത്ത് ഉണ്ടാകരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, ഒരു പ്രൊസീജിയർ സംവിധാനം അത് ഉണ്ട്. അത് ഇവിടെയും ബാധിക്കപ്പെടണം എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള, ഇപ്പോൾ ബൈബിൾ സ്കൂളായാലും ശരി തന്നെ, സൺഡേ സ്കൂളുകളുണ്ടല്ലോ അതായാലും ശരി തന്നെ, ഹിന്ദു മതത്തിൻ്റെ പഠന കേന്ദ്രങ്ങളായാലും ശരി തന്നെ, മദ്രസകളായാലും ശരി തന്നെ, ഇത് ഏത് സംവിധാനം എവിടെ തുടങ്ങിയാലും ശരി തന്നെ വിദ്യാഭ്യാസം കുട്ടികളെ ഒത്തുകൂട്ടി പഠിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ CCTV ക്യാമറ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക സുരക്ഷാ സംവിധാനമാണ്. അതിനപ്പുറത്തേക്ക് ഇത് ആരുടെയെങ്കിലും മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ഒരു വിഷയമേ അല്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുക എന്നുള്ളത് അതത് സർക്കാരുകളുടെ, അതത് സംവിധാനങ്ങളുടെ, അതായത് സ്വയം ഈ പറയുന്ന സ്ഥാപനം നടത്തുന്നവരുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്.